വ്യത്യസ്ത രീതിയിലുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊടിയും മാമ്പഴവും വെച്ചുള്ളൊരു പുട്ടാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. ലെയറായിട്ട് ശർക്കരയും തേങ്ങയും ഏലക്കാപ്പൊടിയും ചേർത്തിട്ടുള്ള ഈ പുട്ടിന് നല്ല സ്വാദാണ്. ഇത് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗോതമ്പ് മാമ്പഴ പുട്ടാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മളെടുത്ത് വച്ചിരിക്കുന്ന 1 കപ്പ് ഗോതമ്പ് പൊടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ചെറിയൊരു മാമ്പഴമാണ്, ആ മാമ്പഴത്തിൻ്റെ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. പതുക്കെ ഒന്ന് പൾസ് മോഡലിൽ നമുക്കൊന്ന് മാമ്പഴവും ഗോതമ്പ് പൊടിയും കൂടെ ഒന്ന് അടിച്ചെടുക്കണം. നമ്മൾ ആ മാമ്പഴവും ഗോതമ്പ് പൊടിയും കൂടെ അടിച്ചെടുത്തു. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നോക്കിക്കേ, ഓരോന്നിനെ തൊടാതെ നല്ല പുട്ടിൻ്റെ പൊടി നമ്മൾ നനച്ചെടുത്തിരിക്കുകയാണ് മാമ്പഴം വെച്ച്. ഇനി അഥവാ ഇത് ഇച്ചിരി ലൂസായിട്ട് വന്നെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കണം. ഇനി മുറുകിയിരിക്കുകയാണെങ്കിൽ മാമ്പഴം ചേർത്ത് വീണ്ടും അടിക്കണം. ഇപ്പം ഇത് നല്ല കറക്റ്റ് പരുവത്തിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ പുട്ടിൻ്റെ പൊടി ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഇരിക്കണം. അങ്ങനെ നമ്മുടെ ഗോതമ്പിൻ്റെയും മാമ്പഴത്തിൻ്റെയും ചേർത്തുള്ള പുട്ടുപൊടി റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മൾ മാമ്പഴം ചേർത്തിട്ടുള്ള പുട്ടുപൊടിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിന് മധുരമൊക്കെ ഉള്ള ഒരു പുട്ടാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഷുഗർ പേഷ്യൻസൊക്കെ ഈ മധുരം ഒന്ന് അവോയ്ഡ് ചെയ്താൽ മതി. ഇതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് ശർക്കരയുടെ പൊടി ഇടുകയാണ്. ഇത് കല്ലും കട്ടയൊന്നും ഉള്ളതല്ല, നല്ലതാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വേണം ഉപയോഗിക്കാം. കാഷ്യൂനട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പം അതൊന്നും ഇടുന്നില്ല. ശർക്കര എപ്പോഴും ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കണം. നമ്മൾ പുട്ട് പുഴുങ്ങുമ്പം ലെയർ ചെയ്യാനുള്ളതാണ്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മൾ പുട്ട് പുഴുങ്ങാനായിട്ട് ഈ പാത്രമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ആദ്യം ഈ തേങ്ങയും ശർക്കരയും കൂടി ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ഈ ശർക്കരയും തേങ്ങയും കൂടെ ലെയർ ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ പുട്ടിന്. വീണ്ടും നമുക്ക് പുട്ടുപൊടി ലെയർ ചെയ്യാം. മുകളിൽ വീണ്ടും ഈ തേങ്ങയും ശർക്കരയും ഏലക്കാപ്പൊടിയും ചേർത്ത കൂട്ടും കൂടെ വെച്ച് കൊടുക്കാം. നമുക്കിത് അടച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. നന്നായിട്ട് ആവി വരാൻ തുടങ്ങി. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. പുട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. രണ്ടാമത്തെ പുട്ടും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് പൊടിയും 1 മാമ്പഴത്തിൻ്റെ കഷ്ണങ്ങളും ചേർത്താണ് ഇതുണ്ടാക്കിയെടുത്തത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഗോതമ്പ് പൊടിയും മാമ്പഴവും വെച്ചുള്ള പുട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.